സത്യം പറയുന്നതിനാണോ റിവ്യൂവേഴ്സ്, അതോ റിവ്യൂവേഴ്സ് പറയുന്നതാണോ സത്യം? റിവ്യൂവേഴ്സ് പറയുന്നതാണ് സത്യം, അല്ലേ? ഖലീഫ എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടിയത്? അതാണ് ഇതാണ് മറച്ചതാണ്, റൈറ്റിംഗ് മോശം, പഴയ കഥ, തുരുമ്പ്, കോപ്പ്. ഞാൻ ഇന്നാണ് ഖലീഫ കണ്ടത്. അടിപൊളി പടം. ഒരു മൂവി എന്നുള്ള രീതിയിൽ ഡെഫിനറ്റ്ലി ഒരു വൺ ടൈം വാച്ച് മൂവിയാണ് ഖലീഫ. ഒരു ആക്ഷൻ മൂവി എന്ന രീതിയിൽ ഒരു സൂപ്പർ മൂവിയാണ് ഖലീഫ. ഓക്കെ, എവിടെയൊക്കെയോ റൈറ്റിംഗില് എവിടെയൊക്കെയോ വേണമെങ്കിൽ കുറ്റം പറയണമെങ്കിൽ പറയാം. എന്നാൽ പോലും പൃഥ്വിരാജും വൈശാഖും ചമൻ ചാക്കോയും ജെയ്ക്സ് ബിജോയും കൂടി ഏതാണ്ട് മുഴുവനായി തന്നെ അതിനെ ടേക്കപ്പ് ചെയ്ത് പോന്നിട്ടുണ്ട്. ഏതർത്ഥത്തിലാണ് ഇവർക്ക് ഇത് മോശമായതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പല രീതിയിലുള്ള നെഗറ്റീവ് പരിപാടികളാണ് കേട്ടത്. പഴയ കഥ, പുതിയ കഥ, എന്തൊക്കെയോ പറയുന്നു. ഞാൻ നോക്കിയിട്ട് എനിക്ക് ഇതിനകത്ത് കാര്യമായിട്ട് കുറ്റങ്ങളൊന്നും കണ്ടുപിടിക്കാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല, തിയേറ്ററിനകത്ത് ഞാൻ വളരെ എൻജോയ് ചെയ്ത് കണ്ട ഒരു സിനിമയാണ്. ഈ വർഷം ഇറങ്ങിയതിൽ പല ഭാഷകളെടുത്ത് നോക്കുകയാണെങ്കിൽ പോലും ഏറ്റവും മികച്ച ആക്ഷൻ കൊറിയോഗ്രാഫി ഉള്ള സിനിമ ഖലീഫയാണെന്ന് പറയാൻ സാധിക്കും. അത്ര രസകരമായിട്ട് എടുത്തിട്ടുള്ള സിനിമയാണ് ഖലീഫ. എന്തിനാണ് ഇത്രയും ഒരു മോശം ഇത് വരികയും ആദ്യ ദിവസം 15 കോടി കളക്ട് ചെയ്ത സിനിമ രണ്ടാം ദിവസം 7 കോടിയിലേക്കൊക്കെ എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഈ സിനിമ തിയേറ്ററിൽ കണ്ടില്ലെങ്കിൽ കാണാതിരിക്കുന്നവർക്ക് മാത്രമാണ് അതിന്റെ നഷ്ടം. പിന്നെ ഈ പറയുന്ന നമ്മുടെ സോ കോൾഡ് റിവ്യൂവേഴ്സ് ഒക്കെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആഗ്രഹിച്ചു തുടങ്ങിയോ എന്നെനിക്കൊരു സംശയമുണ്ട്. ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് വരുമ്പോൾ എന്താ പ്രശ്നം? അവർക്ക് ഇമേജ് നോക്കണം. അതിന്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണോ എന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം കേരളത്തില് എല്ലാ മലയാളികളും ഡിസ്കസ് ചെയ്ത പല പൊളിറ്റിക്സ് പാർട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല സ്വർണ്ണക്കടത്ത് പരിപാടികളും ഇതിൽ പച്ചയ്ക്ക് പറഞ്ഞു പോകുന്നുണ്ട്. അത് യഥാർത്ഥ ജീവിതത്തിൽ അതിന്റെ ഒന്നും സത്യാവസ്ഥ നമുക്ക് ഇപ്പോഴും അറിയില്ല. എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയുന്നുണ്ടാവില്ല ചിലപ്പോ. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോ ഒരു ഈ സിനിമ നല്ലതാണെന്ന് പറഞ്ഞാൽ പക്ഷം ചേരലാവുമോ എന്നൊക്കെ പേടിച്ചിട്ടായിരിക്കും, എനിക്കറിയാൻ പാടില്ല. ഇതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഒരു ആക്ഷൻ സിനിമ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഖലീഫ ഈസ് എ ഫാർ ബെറ്റർ മൂവി ദാൻ മെനി മൂവീസ്. ഒരു ആക്ഷൻ ത്രില്ലർ എന്നുള്ള രീതിയിൽ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത സംഭവമാണ്. ഈ ക്ലൈമാക്സിൽ വന്നിട്ടുള്ള ടൊവിനോ മോഹൻലാലടക്കമുള്ള കാമിയോസ് വരെ ഈ ബിൽഡപ്പിനനുസരിച്ചുള്ള സെറ്റപ്പിലാണ് വന്നിരിക്കുന്നത്. പോയി കണ്ടോ മക്കളെ വേണമെങ്കിൽ.